മുഖക്കുരു എന്ന് പറയുന്ന എല്ലാവർക്കും സാധാരണ വരുന്ന ഒരു കണ്ടീഷനാണ്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ഏറ്റവും സിമ്പിൾ കാര്യത്തിലൂടെയാണ്. ടോപ്പിക്കൽ റെറ്റിനോയിഡ്സ് ആണ് ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു വൈറ്റമിൻ എ ഡെറിവേറ്റീവാണ്. അത് നമ്മുടെ സ്കിന്നിൻ്റെ ടേൺ ഓവർ റേറ്റ് കൂട്ടും. ടേൺ ഓവർ എന്ന് വെച്ചാൽ നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഇത് സ്കിന്നിൻ്റെ ഓരോ സർഫസിലായിട്ടും ഡീപ്പായിട്ട് ഇറങ്ങിയതിന് ശേഷം ആ സ്കിന്നിന് മുകളിലുള്ള ഡെഡ് സെൽസിനെ ഇളകിപ്പോകാനായിട്ട് സഹായിക്കുന്നു. ഈ ഡെഡ് സെൽസാണ് കൂടുതലും ആക്നെ വേഴ്സ് ആക്കുന്നത്. ഡെഡ് സെല്ലിരുന്നാണ് പഴുക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഡെഡ് സെല്ല് മാറിക്കഴിയുമ്പോൾ അകത്തുള്ള പോഴ്സ് എല്ലാം ഓപ്പൺ ആവുകയും പോഴ്സിനകത്തുള്ള ബാക്ടീരിയയും ഓയിലും ഒക്കെ ക്ലിയർ ആയതിനു ശേഷം കുറച്ചും കൂടി നമ്മുടെ ഈ ആക്നെ വരാനുള്ള സാധ്യത കുറയ്ക്കുന്നു. നമുക്കിപ്പം അതിൽ മാറിയില്ലെങ്കിൽ നെക്സ്റ്റായിട്ടും നമ്മൾ യൂസ് ചെയ്യുന്ന ബെൻസൈൽ പെറോക്സൈഡാണ്. അതൊരു ആൻറ്റി ബാക്ടീരിയലും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയുമാണ്. അതുപോലെ തന്നെ കൊമിഡോലൈറ്റിക്കുമാണ്. മീൻസ് നമ്മുടെ ഓയിൽ ഈ ഗ്ലാൻഡിനകത്തുള്ള സെബം കുറച്ചതിന് ശേഷം കുറച്ചും കൂടി ക്ലിയർ ആക്കുന്നു, പോഴ്സ് ക്ലിയർ ആക്കുന്നു ഈ ബെൻസൈൽ പെറോക്സൈഡ്. അപ്പോൾ അതിലും മാറുന്നില്ല, ഭയങ്കരമായിട്ടും പഴുക്കുന്ന ഒരു ആക്നെ ആണെങ്കിൽ നമ്മൾ ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യും. ആൻറ്റിബയോട്ടിക് നമ്മൾ എപ്പോഴും ആദ്യം എടുക്കുന്നത് ടോപ്പിക്കലി നമ്മൾ പുറമെ അപ്ലൈ ചെയ്യുന്ന ആൻറ്റിബയോട്ടിക് ആയിരിക്കും എടുക്കുന്നത്. അതിൽ മാറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന രീതിയിലുള്ള ആൻറ്റിബയോട്ടിക് എടുക്കേണ്ടി വരും. ഇത് ആൻറ്റി ബാക്ടീരിയൽ ഇഫക്റ്റും ഉണ്ട്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ഇഫക്റ്റും ഉണ്ട്. അതായത് അത് പഴുക്കുന്നതും മാറ്റും, അതുപോലെ തന്നെ ചുവന്ന് വീങ്ങുന്നതും അത് കുറയ്ക്കുന്നു. അഥവാ ഇതിലൊന്നും മാറാത്ത ഒരു ആക്നെ ആണെങ്കിൽ നമ്മൾ ഓറൽ റെറ്റിനോയിഡ്സ് എന്ന് പറയുന്നത്, അത് നമ്മൾ റെയറായിട്ടേ കൊടുക്കുകയുള്ളൂ. ഐസോട്രെറ്റിനോയിൻ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റാണ്. ഇത് അകത്തുള്ള ഓയിൽ ഗ്ലാൻഡിനെ ചുരുങ്ങാനായിട്ട് സഹായിക്കുന്നു. ഇത് ഭയങ്കര വലിയ ആക്നെയൊക്കെ വരുന്ന കണ്ടീഷൻസിലാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്. സിവിയറായിട്ട് സ്കാറൊക്കെ വരാൻ ചാൻസ് ഉള്ള ആക്നെക്കാണ് ഇത് 20 മില്ലിഗ്രാം ഐസോട്രെറ്റിനോയിൻ കൊടുക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് ടെറട്ടോജനിക്കാണ്. ഇപ്പോൾ പ്രഗ്നൻ്റായ ഒരാൾ ഈ ഗുളിക എങ്ങാനും കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞിന് മാൽഫോർമേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇത് ഒരു ടാബ്ലറ്റെങ്കിലും ഈ ഒരു ടൈമിൽ എടുത്തു കഴിഞ്ഞാലും വളരെയധികം ഹാംഫുള്ളായിട്ടുള്ള ഒരു ടാബ്ലറ്റാണ്. ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ